അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാലക്കാട് അട്ടപ്പാടിയിൽ LDFിനുണ്ടായ തിരിച്ചടി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണി. അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇത്തവണ LDFിന് നഷ്ടമായി. പുതൂർ പഞ്ചായത്തിൽ BJP മുന്നേറ്റത്തിനിടെ LDF 0-ലേക്ക് വീണു. CPIക്കാണ് കനത്ത പ്രഹരമേറ്റത്. അട്ടപ്പാടിയിൽ മത്സരിച്ച CPIയുടെ 25 സ്ഥാനാർത്ഥികളിൽ 4 പേർ മാത്രമാണ് വിജയിച്ചത്. 21 പേരും തോറ്റു. ഇക്ബാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പ്രത്യേകിച്ച് അട്ടപ്പാടി മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്നതാണ് ഇടതുപക്ഷത്തിന്. അവിടെയാണ് NDA ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കം നടത്തിയിരിക്കുന്നത്. CPI ആണെങ്കിൽ തകരുന്ന അവസ്ഥയുണ്ടായി. 25-ൽ 4 പേരെ ജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്ര ദയനീയമായിരുന്നു പതനം. അപ്പോൾ ഇത് അട്ടപ്പാടിയിലെ 3 പഞ്ചായത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത്, ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് LDF ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ടി വരും, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും പാലക്കാട് LDFിന് തന്നെ ആകെ വലിയൊരു ക്ഷീണം ചെയ്തിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. അവിടെ പട്ടികവർഗ മേഖലയായിട്ട് പോലും പാർട്ടിക്ക് വലിയ ശക്തി കേന്ദ്രമായിട്ട് പോലും LDFിന് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അട്ടപ്പാടിയിൽ 3 പഞ്ചായത്തുകളാണ് ഉള്ളത്: പുതൂര്, ഷോളയൂർ, അതുപോലെ തന്നെ അഗളി. ഈ 3ഉം ഭരിച്ചിരുന്നത് നേരത്തെ LDF ആയിരുന്നു. പക്ഷേ ഇത്തവണ 3 പഞ്ചായത്തും LDFിന് നഷ്ടമായി. ഇതിൽ തന്നെ പുതൂർ പഞ്ചായത്ത് LDFിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. അവിടെ BJP ആണ് ഇത്തവണ ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഷോളയൂരും അഗളിയും ആയിക്കോട്ടെ, അവിടെ ഇത്തവണ UDF അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ LDF ഇത്രയും കാലം ഭരിച്ചിരുന്നത്. 10 വർഷമായി CPIയിൽ നിന്നുള്ള ഒരാളായിരുന്നു അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായി ഉണ്ടായിരുന്നു. അവർ പോലും തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന, ബ്ലോക്ക് പഞ്ചായത്ത് UDFിന് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് കനത്ത പ്രഹരമാണ് എന്നുള്ളതാണ് LDF മുന്നണിയുടെ ഒരു വിലയിരുത്തൽ. അത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് എന്താണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ LDF കടക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു പ്രാഥമിക പരിശോധന നടത്തി LDF കണ്ടെത്തിയിട്ടുള്ളത് വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് മുന്നണിക്ക് സാധിച്ചിട്ടില്ല, പാർട്ടികൾക്ക് സാധിച്ചില്ല. അത് തന്നെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി അട്ടപ്പാടിയിൽ ഈ പട്ടികവർഗ മേഖലയിൽ ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പ്രാഥമികമായി മുന്നണി കണ്ടെത്തിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പരിഹരിക്കാനുള്ള നീക്കത്തിലേക്കാണ് മുന്നണി കടക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് CPIയുടെ അവിടെയുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു പരാജയം എന്ന് പറയുന്നത് 25 സ്ഥാനാർത്ഥികളെയാണ് അട്ടപ്പാടി മേഖലയിൽ CPI മത്സരിപ്പിച്ചത്. ഇവരിൽ 21 പേർക്കും തോൽവി അറിയേണ്ടി വന്നു. 4 പേർ മാത്രമാണ് വിജയിച്ചത്. CPM ആവട്ടെ 37 സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ അവരിൽ 13 പേർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും തോൽവി വാങ്ങേണ്ട സ്ഥിതിയാണ് അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ CPM എല്ലാം വലിയ രീതിയിൽ ഒരു പരിശോധന നടത്തി അട്ടപ്പാടിയിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അട്ടപ്പാടിയിൽ മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ അട്ടപ്പാടിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുന്നണി മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു പരിശോധന നടത്തുക, അട്ടപ്പാടിയിൽ ഉൾപ്പെടെ തിരിച്ചു വരിക എന്നൊരു നീക്കത്തിലേക്കാണ് മുന്നണി കടക്കുന്നത്. താങ്ക് യു. കനത്ത പ്രഹരമാണ് CPI കേട്ടത്. അട്ടപ്പാടിയിലും വലിയ പ്രഹരമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെ ഇപ്പോൾ തുടരുകയാണ്. സൂക്ഷ്മ പരിശോധന പല തലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.